നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് നാച്ചുറൽ കലാമിറ്റിയാണ്, അല്ലാതെ ആരും വഴിവിട്ടൊന്നും ചെയ്തതല്ല. ഇത് അല്ലല്ല, ഇത് JCB കൊണ്ട് അല്ലല്ല, നാച്ചുറൽ കലാമിറ്റി അല്ല മാം, ഇത് മാൻമെയ്ഡ് തന്നെയാണ്. JCB മാന്തിയ പ്രദേശത്ത് മാത്രമേ മണ്ണ് ഇളകിയിട്ടുള്ളൂ. അതെ, അതിന് അയാൾ ഓണറെ വിളിച്ചു വരുത്തിയിട്ട് കളക്ടർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മിനിസ്റ്റർ ലെവലിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കർശനമായിട്ട് ആർക്കായാലും എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. മാം അവിടെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ സ്ഥലത്ത്? ഞാൻ ഇവിടെ ഉണ്ട്, സ്പോട്ടിലുണ്ട്. ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ് റിനീഷ മാം? ഒരു നൗഫൽ എന്നുള്ള പേര് കണ്ടിട്ടില്ല. അയ്യോ, വീണ്ടും ഒരു സെക്കൻഡ്, വീണ്ടും ശബ്ദം വരുന്നുണ്ട്. നൗഫൽ. ഓക്കെ, നൗഫൽ എന്നുള്ള ആളുടെ പേരാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ എന്റെ ഭരണസമിതിയിൽ ഇതിനൊരു പെർമിഷൻ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ ജനപ്രതിനിധികൾ അറിയുന്ന സംഗതിയല്ല. ഇവര് ഇതിന്റെ ആസ് പെർ നോംസ് ആണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റിനായാലും മണ്ണെടുക്കുന്നതിനായാലും ഒക്കെ 3000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള മണ്ണെടുക്കാൻ നഗരസഭയ്ക്ക് പെർമിഷൻ കൊടുക്കാം. അതിന്റെ നിയമപ്രകാരം അത് ചെയ്തിട്ടുണ്ടാവണം. സെക്രട്ടറി അടുത്ത് നിർദ്ദേശം. എന്തായാലും കളക്ടർ കർശന നടപടി എടുക്കാൻ ആരായാലും. അല്ല, ഇതിന് ബിൽഡിംഗ് പെർമിഷൻ നമ്മൾ കൊടുത്തിരുന്നോ? നഗരസഭ ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിരുന്നോ? നഗരസഭ ഇതിന് മുമ്പേ ബിൽഡിംഗ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ കൊടുത്തതല്ല. അതിനകത്ത് ഇത് തൊട്ടടുത്ത് ഒരു പെട്രോൾ പമ്പ് വരാൻ പോകുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു ഹെൽത്ത് സെന്റർ വരാൻ പോകുന്നതിനൊക്കെ നഗരസഭ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയായിരുന്നോ പെർമിഷൻ? അതറിയില്ല, എന്താണെന്നറിയില്ല. നമ്മൾക്ക് ഇത് പെർമിഷൻ അവര് ഉദ്യോഗസ്ഥരുടെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അറിയില്ലല്ലോ. ജനപ്രതിനിധികളെ കോൺടാക്ട് ചെയ്യേണ്ടതോ വാർഡ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ മണ്ണെടുക്കുന്ന സമയത്ത് ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ മാം നമ്മുടെ? ഇതെന്താണെന്നറിയോ, നോംസ് പ്രകാരമല്ലേ നമ്മളത് ചെയ്യുള്ളൂ. ഇനി നഗരസഭ ആയാലും ജിയോളജി ആയാലും ഒക്കെ അവരെ പേപ്പർ ക്ലിയർ ആണെങ്കിലല്ലേ അവ പെർമിഷൻ കൊടുക്കുള്ളൂ. അതെ, അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്കിതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. ഇത് നാച്ചുറൽ കലാമിറ്റിയാണ്, അല്ലാതെ ആരും വഴിവിട്ടൊന്നും ചെയ്തതല്ല. ഇത് അല്ലല്ല, ഇത് JCB കൊണ്ട് അല്ലല്ല, നാച്ചുറൽ കലാമിറ്റി അല്ല മാം, ഇത് മാൻമെയ്ഡ് തന്നെയാണ്. JCB മാന്തിയ പ്രദേശത്ത് മാത്രമേ മണ്ണ് ഇളകിയിട്ടുള്ളൂ. അതെ, അതിന് അയാൾ ഓണറെ വിളിച്ചു വരുത്തിയിട്ട് കളക്ടർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മിനിസ്റ്റർ ലെവലിൽ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ കർശനമായിട്ട് ആർക്കായാലും എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടി മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭരണസമിതി വരുന്നതിന് മുമ്പുള്ള ഭരണസമിതി പെർമിഷൻ കൊടുത്തതാണ് ഈ സ്ഥലത്ത്. അങ്ങനെ ഡൈവേർട്ട് ചെയ്യരുത് പ്ലീസ്. അത് അങ്ങനെയല്ല. ഇത് എന്റെ അറിവിൽ ഇത് ചെയ്തിട്ടില്ല. നമ്മളുടെ പെർമിഷനോട് കൂടി അല്ല ഇത് ചെയ്തിട്ടുള്ളത്. അല്ല, ഒറ്റ ചോദ്യമുള്ളൂ, ബിൽഡിംഗ് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ? ബിൽഡിംഗ് പെർമിഷൻ നഗരസഭ കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നഗരസഭ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും കൊടുക്കുന്നത് നഗരസഭ ജനപ്രതിനിധികൾ കൂടിയ കൗൺസിൽ യോഗത്തിലല്ല തീരുമാനിക്കുന്നത്. അത് ഉദ്യോഗസ്ഥരെടുത്ത് പെർമിഷൻ കൊടുത്ത് അവർ ആപ്ലിക്കേഷൻ ഇട്ട് അതിന്റെ നോംസ് ഓക്കെ ആണെങ്കിൽ അവരാണ് കൊടുക്കുന്നത്. പക്ഷേ ആ നോംസ് എങ്ങനെ ഓക്കെ ആവും ഇതേപോലെ ഫ്രജൈലായ ഒരു സ്ഥലത്ത്? ഞാൻ പറഞ്ഞല്ലോ, നോംസ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. 25 ദിവസമായിട്ട് ഇത്രയും ലോലപ്രദേശത്ത് മണ്ണെടുക്കുന്നത് നമ്മൾ കണ്ടില്ലെന്നാണോ? ഇതെന്താണെന്നറിയോ, ഈ നോംസ് എടുക്കുന്ന ആരാണോ ഇത് പെർമിഷൻ കൊടുത്തത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി ഇതിനകത്ത്. ഓക്കെ, ഈ ഫയൽസ് നോക്കിയായിരുന്നോ? നോക്കി സെക്രട്ടറി അടുത്ത് റിപ്പോർട്ട് ചെയ്യും. അത് അപ്പോഴാണെങ്കിൽ നൗഫൽ എന്ന് പറഞ്ഞ ആളെ പേരിലാണുള്ളതെന്ന് പറഞ്ഞു. അയാളുടെ മണ്ണെടുക്കുന്ന ഒരാളുടെ, പക്ഷെ അത് എന്തായാലും മഴക്കാലത്ത് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില വീഡിയോകൾ ഈ സമയത്ത് മണ്ണെടുക്കുന്നതിനെതിരെ അവിടെ പ്രചരിച്ചിരുന്നു. മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്, കളക്ടർ മീറ്റിംഗ് വരും. ഓക്കെ, ആ മീറ്റിംഗിന് ശേഷം തീരുമാനമാവും. അതെ.